വരൂ ഗൈസ്, ഐറാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുരട്ട പറക്കാൻ പോയാലോ? വരൂ, നമുക്ക് കുരട്ട പറക്കിയിട്ട് വരാം. കുറച്ച് അകലെയാണ്. നമുക്കത് കുരട്ട പറക്കിയിട്ട് നമുക്കത് കറി ഉണ്ടാക്കാം. ഒരു തോരനോ ചാറോ എന്തെങ്കിലും. വാ, നമുക്ക് കുരട്ട പറക്കാൻ പോവാം. കുറച്ച് കുരട്ട കിട്ടിയിട്ടുണ്ട്. മഴ പെയ്തതുകൊണ്ട് കുറച്ച് മുളച്ച് പോയി, എന്നാലും കുഴപ്പമില്ല. നമുക്കിത് പറക്കിയെടുക്കാം. ഓരോരോ നാട്ടിൽ ഓരോരോ പേരായിരിക്കും. ഞങ്ങളിതിനെ കുരട്ട എന്ന് പറയും. ഇതാ പറക്കി വെച്ച കുരട്ട. ഇത് നന്നാക്കി എടുക്കാം നമുക്ക്. കുറച്ച് പണിയുണ്ട് ഇതിന്, എന്നാലും നല്ല ടേസ്റ്റാണ് ഈ കറി. ഇത് നമുക്ക് ഇതിൻ്റെ തൊണ്ടെല്ലാം കളയണം. ഇതിൻ്റെ ഓടെല്ലാം കളയാം നമുക്ക്. ഈ കറുത്ത് നിൽക്കുന്നില്ല, അതിൻ്റെ ഓട് കളഞ്ഞിട്ട് ഇത് മുറിച്ചെടുക്കാം നമുക്ക്. ഇതുപോലത്തെ പൊട്ട് തുണി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ മുറിച്ച് കൊടുക്കണം. കയ്യിൽ വെക്കുന്നത് പറഞ്ഞാൽ അതിന് കൈക്ക് ചേനയെല്ലാം ഉണ്ടാവും. അതെല്ലാം കൈക്ക് പറ്റണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ ഒഴിച്ചിടണം. പിന്നെ ചൂടുവെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം അതിന് വേറൊരു തൊലിയും കൂടിയുണ്ട്. അത് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത്. അതിൻ്റെ ചേനയെല്ലാം ഉണ്ട്, അതെല്ലാം മാറിപ്പോകും. ചൂടുവെള്ളത്തിൽ നമുക്ക് ഓരോന്നോരോന്ന് ഇതുപോലെ എടുത്ത് മാറ്റാം. ഇതുപോലെയാണ്. ഇതുപോലെ എടുത്ത് വെച്ച് നമുക്ക് വേറൊരു പാത്രത്തിൽ വെക്കാം. ഇതിനാവശ്യമായ സാധനം: ഒരു തക്കാളിൻ്റെ പകുതി, 5 വെളുത്തുള്ളിൻ്റെ ഇതൾ, ഉള്ളിയുടെ പകുതി, മഞ്ഞൾപ്പൊടി, മുളക്, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവയാണ്. മല്ലിപ്പൊടിയും മുളകും ഒന്ന് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് റോസ്റ്റാക്കിയിട്ട് വെക്കണം. അത് നന്നായി റോസ്റ്റാക്കിയ ശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തക്കാളിയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കുരട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിന്ന് 1/2 കിലോ പോലെ കുരട്ടയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് കുറച്ച് ഒഴിച്ചത് കുറഞ്ഞു പോയത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കിതൊരു പാത്രം വെച്ച് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്നും കൂടി പകുതി വെന്തതിന് ശേഷം നമുക്കിതിൽ വെളുത്തുള്ളി ചതച്ചതും തേങ്ങയും ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും ചേർക്കുന്നുണ്ട്. ഫസ്റ്റും ചേർത്തിന്, രണ്ടാമതും ചേർക്കുന്നുണ്ട്. ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ലേശം കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു നീര് അത്യാവശ്യം ചാറ് പോലെ ആയാലും കുഴപ്പമില്ല. വറ്റിക്കുന്നില്ല ഞാൻ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കും. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ടേസ്റ്റിയായ കുരട്ടക്കറി തയ്യാറായിട്ടുണ്ട്. രുചികരമായ കുരട്ടക്കറി തയ്യാറായിട്ടുണ്ട്. ഓരോരോ നാട്ടിൽ ഓരോരോ പേരായിരിക്കും. ഞങ്ങൾ ഇതിന് കുരട്ട എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നത് കമൻസിലൂടെ അറിയിക്കണം. ഇത് നമുക്ക് കഴിച്ചു നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വ്ളോഗ് കാണുന്നത് വരെ ബൈ.